രാവിലെ കുളിച്ചൊരുങ്ങി എങ്ങോട്ടാണ് പോക്കെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ എന്തിനാ ഈ ഒരുക്കമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് അമ്പലത്തിലും കൂടി കയറാനൊരു ചെറിയ പ്ലാൻ ഉണ്ട് കേട്ടോ. തലയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കിരീടമൊക്കെ എടുത്ത് തലയിലോട്ട് വെച്ചതിന് ശേഷം ഞാനും അമ്മയും കൂടിയാണ് കേട്ടോ പോയത്. നേരെ ഹോസ്പിറ്റലിലോട്ട് വിട്ട് അവിടെ പോയി ടോക്കണും എടുത്തുകൊണ്ട് നേരെ ഞങ്ങൾ ലാബിലോട്ട് വിട്ട്. ഞാൻ പിന്നെ ഇന്ന് അകത്തോട്ടൊന്നും കയറാൻ നിന്നില്ല കേട്ടോ. ഞാൻ പുറത്തുള്ളവരെയുമായി നോക്കി അമ്മേനെ ഇടയ്ക്കിടയ്ക്ക് ഇന്ന് ചിരിച്ചൊക്കെ കാണിച്ച് അങ്ങനെ അങ്ങ് നിന്ന്. അപ്പം സൂചി കുത്താനുള്ള ചേച്ചിയും വന്ന് അമ്മയുടെ ചോര ഊറ്റിക്കൊണ്ട് പോയി കേട്ടോ. അപ്പം അമ്മയുടെ ചോര ഊറ്റുന്ന കണ്ടിട്ട് ഞാൻ അമ്മയുടെ മോന്തയ്ക്ക് നോക്കി ഇന്ന് ചിരിയായിരുന്നേ. പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് വിട്ടിട്ടോ. ഇത് കുളത്തുപുഴ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രമാണ് കേട്ടോ. അപ്പം കുറച്ച് ഫേമസായി ഉള്ള അമ്പലമാണ്, നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന അമ്പലമാണ്. മണ്ഡലകാലവും വൃശ്ചിക മാസമൊക്കെ ആരംഭിച്ച് കഴിയുമ്പോഴത്തേക്ക് ശബരിമലയിലോട്ട് പോകുന്നവർ കൂടുതലും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരാണ്. അവർ ഈ അമ്പലത്തിലും കൂടി കയറിയിട്ടാണ് മിക്കവാറും പോകാറുള്ളത് കേട്ടോ. സാധാരണ നമ്മൾ ഈ വരുന്ന ടൈമിൽ നല്ല തിരക്കൊക്കെ കാണേണ്ടതാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു നമ്മൾ വന്നപ്പം. അതുകൊണ്ട് സുഖമായിട്ട് തൊഴാനും പറ്റി. അതേപോലെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് പുറത്ത് നിന്ന് എടുക്കാനും പറ്റി. അമ്പലത്തിനകത്ത് നിന്ന് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞങ്ങൾ നേരെ അവിടുത്തെ ആറ്റിലോട്ട് പോയിട്ടോ. കുളത്തുപുഴ ആറ്റിൻ്റെ ചുറ്റിപ്പറ്റി കുറേ ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ നേരെ ആറ്റിലോട്ട് പോയിട്ടോ. അമ്പലത്തിൻ്റെ അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ടായിരുന്നു. അതോ ഇനി വെള്ളം കുറഞ്ഞതുകൊണ്ടാണോ എന്നറിയത്തില്ല, ആറ്റിൻ്റെ വീതി ഇച്ചിരി കുറഞ്ഞതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടോ. പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് നാളായി. കഴിഞ്ഞ വിഷു സമയത്താണ് ഞാൻ പോയത്. ആ ഒരു സമയത്താണ് കേട്ടോ ഇവിടുത്തെ ഉത്സവമൊക്കെ വരുന്നത്. ഈ ആറ്റിലെ മീനുകൾക്ക് നമ്മൾ ഈ പൊരിയും കടല അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. മീനൂട്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ മീനുകളെ ആരും പിടിക്കാറില്ല, അതാണ് മെയിൻ കാര്യം. പണ്ട് ഇവിടുന്ന് മീനെ പിടിച്ചിട്ടുള്ളവർക്കൊക്കെ ഈ മാനസിക പ്രശ്നങ്ങളൊക്കെ വന്നതായിട്ടൊക്കെ അറിവുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞു കേട്ട കാര്യങ്ങളാണ്, അറിയില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. ഈ അമ്പലവും ഹോട്ടലും അതുപോലെ ഹോസ്പിറ്റലും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല, എല്ലാം അടുത്തടുത്താണ്. അപ്പോൾ ഞങ്ങൾ ഫുഡും കഴിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി. ഇനിയാണ് വലിയൊരു ടാസ്ക്. ഒരു 1.5-2 മണിക്കൂറോളം പോസ്റ്റ് അടിച്ചിരിക്കണം കേട്ടോ. ഞാനാണെങ്കിൽ ആരുടെ ശല്യം ഇല്ലാതെ ഒരു മൂലയിൽ പോയി ഇരിക്കുമായിരുന്നേ. പക്ഷേ എന്നെ വെയിൽ ചതിച്ചു ഗൈസ്. ഭയങ്കര വെയിലായിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കണ്ണ് തുറന്ന് മേളിലോട്ട് നോക്കാൻ വയ്യായിരുന്നു. ലാസ്റ്റ് ഡോക്ടറെയും കണ്ട് മരുന്നും മേടിച്ച് വീട്ടിൽ വന്ന് വീടൊന്ന് കാണുമ്പോൾ ഒരു ആശ്വാസം ഉണ്ട്. പൊന്നോ, അത് കഴിഞ്ഞിട്ട് ആ ഹെൽമെറ്റും കൂടി ഊരി വെച്ചപ്പോഴത്തേക്ക് ഫുൾ ആശ്വാസമായിരുന്നു കേട്ടോ. ഇനി എനിക്ക് ടാസ്ക് ഉണ്ട്, ഇനി എനിക്ക് കടയിൽ പോകണം. അങ്ങനെ ഞാൻ കടയിലെത്തി കേട്ടോ. കടയിലെത്തിയപ്പോഴത്തേക്ക് എല്ലാവരും വർക്കിലായിരുന്നു. പിന്നെ എൻ്റെ ഷോപ്പിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്. അപ്പോൾ ഹിറ്റ്ലർ എന്നാണ് കേട്ടോ.